ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ വിലാസിനെയാണ് കാണിക്കുന്നത്. വിലാസിനി ഇതൊക്കെ അറിഞ്ഞിട്ട് ആകെ വിഷമിച്ച് ഇങ്ങനെ വിലാസിന് വരുന്നതാണ്. വിലാസിന് വന്നിട്ട് ഇങ്ങനെ ഭദ്രൻ്റെ അടുത്ത് വർത്താനം പറയും. അപ്പം ഭദ്രൻ പറയുന്നുണ്ട് ഭദ്രനോട് വേറെ ഇങ്ങനെ പെണ്ണ് കെട്ടുന്ന കാര്യമൊക്കെ പറയുന്നു. ഭദ്രൻ ഭയങ്കര ചിരിച്ച് സന്തോഷമൊക്കെ ഇരിക്കണം. പക്ഷേ വിലാസിനിക്ക് എന്നിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ വിലാസിനിക്ക് ഭയങ്കര വിഷമമാട്ടോ. വിലാസിൻ്റെ മുഖം ഭയങ്കര വിഷമിച്ച് ഒരു പാവം ഒരാളെ പോലെയാണ്. കാണിച്ച പോലത്തെ ഒരാളല്ല, ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളെ ആയിട്ടാണ് വിലാസിനി ഇപ്പോൾ ആ വിലാസിനി എന്നുള്ളൊരു ക്യാരക്ടർ അസുഖത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അപ്പോൾ പ്രിയ വിനോദൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വിനോദ് പറയുന്നുണ്ട്, പ്രിയ നീ പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ ആവൂലോ ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയ പറഞ്ഞു, വിനോദ് നീയും എൻ്റെ കൂടത്തി വരണോ എന്നൊക്കെ പറയുന്നു. അപ്പോൾ വിനോദ് പറഞ്ഞു, ഞാൻ വരുന്നില്ല, എന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ കാര്യമൊന്നുമില്ല, നിനക്ക് ഇവിടത്തേക്കായി കൂടുതൽ കെയറിങ് കിട്ടുമല്ലോ അവിടെ എന്നൊക്കെ പറയുന്നു. അപ്പോൾ പറയുന്നുണ്ട്, ഗോവിന്ദേട്ടൻ നിന്നെ വഴക്ക് പറഞ്ഞെന്ന് വെച്ചാൽ നീ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, അത് നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ, എന്നെ അവിടെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ നിന്നെ അവിടെ എല്ലാവരും കാര്യമായിട്ട് കാണും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിനോദ് പറയുന്നുണ്ട്, നിനക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല കെയറിങ് ആ കിട്ടുന്നതെന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേക്കും വിലാസിനി അവരിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടെങ്കിൽ വിലാസിനി വരും. അപ്പോൾ വിലാസിനെ കാണുമ്പോൾ മുഖത്തൊരു വിഷമവും, പ്രിയയ്ക്ക് എന്താ അമ്മയ്ക്കൊരു വിഷമവും ഒന്നുമില്ല മോളെ എന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട് വിലാസിനി, അപ്പോൾ അവൾക്ക് കൊണ്ടുവന്ന് ഓരോ ഫ്രൂട്ട്സൊക്കെ കൊടുക്കട്ടെ കഴിക്കുക, ഇത് കഴിക്കുക കുഞ്ഞിന് നല്ലത്. അപ്പോൾ അമ്മയല്ലേ പറഞ്ഞേ അമ്മ എനിക്ക് കഴിച്ചാൽ കൊള്ളില്ല എന്നൊക്കെ, എന്നിട്ടിപ്പോഴും അതൊന്നും കുഴപ്പമില്ല അമ്മ വെറുതെ പറഞ്ഞ മോള് കഴിക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊച്ചിന് അവൾക്ക് കൊടുക്കുവാണ്, പ്രിയയ്ക്ക് കൊടുക്കുവാണ്. അപ്പോൾ പ്രിയയ്ക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നുന്നുണ്ടോ, വിലാസിൻ്റെ മുഖമൊക്കെ ആകെ മാറിയിരിക്കുന്നു. അവർ ചോദിച്ചിട്ടൊന്നും പറയുന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്നു, മോളിന് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ എന്ന് അറിയില്ല, അങ്ങനെയൊക്കെ സംസാരിക്കുവാണ്. അപ്പോൾ ബ്രെയിൻ എന്നാ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അമ്മ വേണം കുഞ്ഞിനെ നോക്കാൻ, അമ്മയുടെ കുഞ്ഞല്ലേ അപ്പോൾ അമ്മ വേണ്ടേ നോക്കാൻ എന്ന് പറയുമ്പം വിലാസിന് മോളൊന്നൊന്നുമില്ല. വിലാസിനി ഇങ്ങനെ അവർ പറയുന്നതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഭദ്രന് ഒരു സ്നേഹവും ഇല്ല എന്നൊക്കെ വിലാസിനിക്ക് മനസ്സിലാവുക. ഭദ്രനോട് തരി പോലും വിലാസിനിയോട് സ്നേഹമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിലാസിനി എൻ്റെ ജീവിതം വെറുതെ ആയില്ലോ എന്നൊക്കെ ഓർത്തിട്ട് വിലാസിനി ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കും കേട്ടോ. വിലാസിനി ആകെ ഒരു പാവം ഒരു രീതിയിലേക്കായി വിലാസിനി. അതേസമയം പിന്നെ ഗോവിന്ദാണ് കാണിക്കുന്നത്. അപ്പോൾ ഗോവിന്ദൻ്റെ അടുത്ത് അയ്യപ്പദാസ് പറയുന്നുണ്ട്, എന്താണേലും ഗീതുവിനോടുള്ള ഇഷ്ടം നീ ഇന്ന് തുറന്ന് പറയണം, തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഇന്ന് ഞാൻ ഉറപ്പായിട്ടല്ലേ ഞാൻ നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടും, ഞാൻ കയറി പറയും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, ഞാനിങ്ങനെ മനസ്സ് തുറക്കുന്നത് എങ്ങനെയാണ്, അപ്പോൾ ഇനി അവൾക്ക് അതിൽ നല്ല ചെറുപ്പക്കാരന്മാരെ പയ്യന്മാരെ കിട്ടും എന്നൊക്കെ പറഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗോവിന്ദ എങ്ങനെ പറയുമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കും. അപ്പോൾ അയ്യപ്പദാസ് പറയുന്നുണ്ട്, ഹീറോയാന്ന് പറഞ്ഞ് നടന്നാൽ പോരാ, വില്ലന്മാരെ തല്ലുന്നവർ മാത്രമല്ല ഹീറോ, സ്വന്തം സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവനും ഹീറോയാ, അങ്ങനെയൊക്കെ അതും കൂടെ ഹീറോയിലാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് പറയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും, അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് എന്തെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ഭാഗം എടുത്ത് അങ്ങ് പോകും, എങ്ങോട്ടെന്തെങ്കിലും തീർത്ഥാടനത്തിന് പോകുമെന്ന് പറയണം. അപ്പോൾ പറയും, അങ്ങനെയൊന്നും പറഞ്ഞ് കളയല്ലേ എന്ന് പറയും. എന്താണേലും നിങ്ങൾ ഇന്നൊരു ട്രിപ്പ് ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഒരു യാത്ര പോകും, അതിലെന്താണേലും കുഞ്ഞിൻ്റെ മനസ്സ് തുറക്ക് എന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഗീതും ഗോവിന്ദും കൂടെ യാത്ര പോകാനുള്ള പ്ലാനൊക്കെ ഇടുന്നുണ്ട്. ഗീതും ഗോവിന്ദും കൂടെ യാത്ര പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അയ്യപ്പദാസ് പറയുന്നതാണ്. ഗോവിന്ദും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാഞ്ചന കേൾക്കുക. കാഞ്ചന ഇത് ചെന്ന് അവരിങ്ങനെ പോകുവാന്നും അവരൊരു ട്രിപ്പ് പോകുന്നുണ്ട്, ഇന്ന് വൈകിട്ട് ഇങ്ങനെ പോകുന്നുണ്ടെന്നൊക്കെ പറയാനുള്ള കാര്യം ചെന്നിട്ട് രാധികാമയോട് പറയും. അപ്പോൾ രാധികാമ വരണും കൂടെ കേൾക്കും. അപ്പോൾ പറയും എങ്ങനെയാലും അവരുടെ പോക്ക് മുടക്കണം, അതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാകണമെന്ന് പറയും. അപ്പോൾ വരുൺ ഇങ്ങനെ രാധികാമയുടെ അടുത്ത് ഇങ്ങനെ ചെവിയിൽ ഒരു രഹസ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ്, അതെന്താണ് കാണിക്കുന്നില്ല. അപ്പം ഗീതു വിചാരിക്കുന്നുണ്ട് ഇനി എങ്ങനെയെങ്കിലും രഞ്ജുവിൻ്റെ കാര്യം ഗോവിന്ദൻ്റെ അടുത്ത് പറയണം, എന്നിട്ട് രഞ്ജുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടൊരു വരുമോ അങ്ങനെ ചെയ്യണം. പക്ഷേ വിജയലക്ഷ്മി ആ അമ്മേനെ സഹായിക്കാനെന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗോവിന്ദ് സമ്മതിക്കത്തില്ല. അപ്പോൾ അവരുടെ കരിയറിനെ കുറിച്ച് ഒരു ഉയർച്ച ഉണ്ടാവണമെങ്കിൽ രഞ്ജുവിന് അവിടെ നിന്നാൽ പറ്റില്ല. അപ്പോൾ രഞ്ജുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അത് ആ കാര്യത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കണം എന്ന് കുറച്ച് ഗീതു ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ വന്നിച്ച് പറയുന്നുണ്ട്, നമുക്ക് ഇന്നൊരു യാത്ര പോകണം, ഒരു സ്ഥലം വരെ പോകണം, ട്രിപ്പ് പോകണം, വൈകിട്ട് പോകാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ എന്നാൽ ശരി, എനിക്കൊരു കാര്യം പറയാനുണ്ട് ഗോവിന്ദ് പറയും. അപ്പം ഗീതു പറയും, എനിക്കും പറയാനുണ്ടെന്ന് പറയും. അപ്പം ഗോവിന്ദൻ്റെ അടുത്ത് ചോദിക്കും, എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഇത്രയും നാളായില്ലേ നീ എനിക്ക് വേണ്ടി ഓരോന്നൊക്കെ ചെയ്തു തരുന്നു, എന്നെ എല്ലാത്തിനും സഹായിക്കുന്നു, അപ്പോൾ നിനക്കുന്നൊരു സമ്മാനം ഉണ്ട്, അതിനൊരു സമ്മാനം തരാനാന്ന് പറയും. അപ്പം ഗീതുവും പറയും, എന്നാ എനിക്കും അതുപോലെ തന്നെയാന്ന് പറയും. അപ്പം ഗോവിന്ദ അവിടെ കണ്ണടച്ച് വന്നിട്ട് ഗീതുവിനോട് പറയാൻ പറയും.
അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ തുടങ്ങുമ്പോഴത്തേക്കാണ് കാഞ്ചന ഓടി വരുന്നത്. അയ്യോ രാധികാമ്മയ്ക്ക് നെഞ്ചുവേദനയാണ്, നെഞ്ചുവലി, അപ്പം എങ്ങനെ ശ്വാസം പോലും വിടാൻ പറ്റണില്ല, എങ്ങനെയെങ്കിലും ഒന്ന് വേഗം വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദനെ വിളിച്ചുകൊണ്ട് വേണം. അപ്പോൾ വേഗം ഗോവിന്ദിയല്ലോ, ഗോവിന്ദൻ ആകെ ടെൻഷനായി പോയി. അപ്പോൾ രാധികാമ്മ ഇങ്ങനെ കട്ടിലെ കടന്ന് ഇങ്ങനെ ശ്വാസം വലിച്ചെടുക്കുവാണ്. എന്താ അപ്പോഴത്തേക്കും പറയും എനിക്ക് ഭയങ്കര നെഞ്ചിന് വേദനയാന്ന് പറഞ്ഞിട്ട് രാധികാമ്മ ഭയങ്കര അഭിനയമാണ് അവിടെ കിടന്ന്. അപ്പോൾ വരുണും എല്ലാവരും ഇങ്ങനെ നോക്കിക്കിട്ടോ. ഗോവിന്ദനും ഭയങ്കര ടെൻഷനായി, ഇനി എന്ത് ചെയ്യണം, വേറെ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം ഗീതുവിന് കാര്യം മനസ്സിലായി, ഇത് വെറുതെ അഭിനയമാണ്. അപ്പം ഗീതു വേഗം എന്ന് വന്നേച്ച് പറയുന്നുണ്ട്, എന്നാൽ വേഗം ഞാൻ ഇത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഗീതു നെഞ്ചത്ത് കയറിയിരുന്ന് ശ്വാസം എടുക്കാൻ പാടായത് കൊണ്ടല്ലേ, അതെ അങ്ങനെയാണെന്നും പറഞ്ഞിട്ട് നെഞ്ചത്ത് കയറിയിരുന്ന് CPR കൊടുക്കുന്ന പോലെ ഇന്ന് അങ്ങോട്ട് കൊടുക്കുവാണ്. പല ശക്തിയിൽ നെഞ്ചിൽ പുഷ് ചെയ്യുവാണ്. അപ്പോഴത്തേക്കും രാധികാമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കും. അയ്യോ ഭയങ്കര കരച്ചില്ല. അപ്പം ഗീതുവും കിട്ടിയ അവസരം പാഴാക്കാതെ ഗീതു നല്ല രീതിയിൽ തന്നെ പണി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയാണ് കാണിക്കുന്നത്. അപ്പം ബാക്കി കഥയുമായി നാളെ കാണാം.